ഇന്ന് നമുക്ക് നല്ല രുചിയിൽ തേങ്ങ അരച്ച ഒരു മത്തിക്കറി തയ്യാറാക്കാം. അതിനായി ഒരു 1/2 കിലോ മത്തി മുറിച്ചു കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായി മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സി ജാറിൽ 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. കറിയിൽ ഇടാനായി ഒരു ചെറിയ കഷ്ണം വാളംപുളി നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിരാനായി ഇട്ട് വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ മുറിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായി വഴറ്റിയെടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. രണ്ട് പച്ചമുളക് നെടുകെ മുറിച്ചത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തതൊക്കെ തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുറിച്ച് റെഡിയാക്കി വെച്ച മീനുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മീനുകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെല്ലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇതിനെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കുക. 2 വറ്റൽമുളക് മുറിച്ചത് ചേർക്കുക. കുറച്ച് കരിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറിക്ക് ഒരു നല്ല കളർ കിട്ടുന്നതിനായി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വറുത്ത് നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോൾ മീൻകറിക്ക് നല്ല ഒരു കളർ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മീൻ കറിയിലേക്ക് നമ്മൾ വറവ് ചേർത്ത് കഴിഞ്ഞു. നല്ല രുചിയുള്ള തേങ്ങ അരച്ച മത്തിക്കറി റെഡിയായി.